ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണ വിഭവമായിട്ടാണ്. ഇഞ്ചിത്തൈരാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതുപോലെ തന്നെ ഇഞ്ചിത്തൈര് എന്ന് പറയുന്നത് സദ്യവട്ടങ്ങളിൽ പ്രധാനിയാണ്. അപ്പോൾ സദ്യ ഒക്കെ കഴിച്ച് വയറൊക്കെ ഒരു അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇഞ്ചിത്തൈര് കഴിച്ചാൽ വയറ്റിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിത്തൈര് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കുനുകുനാ അരിയണം കേട്ടോ. അതുപോലെ ഒരു 5-6 പച്ചമുളകും കൂടെ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിത്തൈര് പല വിധത്തിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വറുത്ത് കോരാതെ ഉണ്ടാക്കാം, അല്ലാതെയും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരല്പം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വറക്കണ്ട, ഒരു എന്താ പറയുക, ഒന്ന് ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടി മാത്രം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുക. കണ്ടില്ലേ, ഒത്തിരി ഒന്നും വരട്ടേണ്ട ആവശ്യമില്ല, ഒരു പച്ച ചുവ മാറാൻ വേണ്ടി മാത്രം ഒന്ന് വരട്ടിയെടുക്കുക. വറുക്കണ്ട കേട്ടോ, വറുത്ത് കോരേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നേരത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റി വെച്ചില്ലേ, അത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഈ ഒരു ഇഞ്ചിത്തൈര് അങ്ങനെ സദ്യക്ക് വലുതായിട്ട് കാണാറില്ല കേട്ടോ, എങ്കിലും ചില സൈഡുകളിലൊക്കെ കാണാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിത്തൈരിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. ആ കട്ട തൈരൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ ഒരു ഫോർക്കോ വല്ലതും വെച്ചിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണേ. കട്ട കളഞ്ഞെടുക്കണം, മിക്സിയിൽ വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് കട്ട കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കറക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ അതിന് ശേഷമാണ് ഇടുന്നത്, ഇപ്പോഴൊന്നും ഉപ്പിടണ്ട. നമ്മൾ ഇഞ്ചിയിലേക്ക് തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം ഭാഗത്ത് ഈ ഒരു കറി ചുരുക്കമാണ്. നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ബലിക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ബലി നടക്കുന്ന സമയത്തൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഓണസദ്യക്കൊക്കെ വടക്കോട്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ഈ ഒരു കറി കണ്ടു വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഞാൻ തൈര് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇഞ്ചിയിലേക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. നല്ലപോലെ കട്ട കളഞ്ഞിട്ടുള്ള തൈരാണ്. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം നല്ലോണം സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് പാകത്തിന് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബലിക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇഞ്ചിത്തൈരെന്ന്. പക്ഷേ ബലിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇഞ്ചിത്തൈര് ഇങ്ങനെ വെളിച്ചെണ്ണയിലൊന്നും ഇങ്ങനെ വഴട്ടാറില്ല. സാധാരണ ഇഞ്ചി അരിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നല്ലൊരു സ്വാദാണ്. അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു മണം നല്ലോണം കിട്ടും കേട്ടോ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കും കൂടെ പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് കടുക് താളിച്ചെടുക്കുക കേട്ടോ. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഇഞ്ചിത്തൈരിനായിട്ട് എടുക്കുന്ന തൈര് അത്യാവശ്യം പുളി ഉള്ളതായിരിക്കണം കേട്ടോ. പുളിച്ച തൈരാണ് ഇഞ്ചിത്തൈരിന് ബെസ്റ്റ്. പിന്നെ ഒത്തിരി പുളിയാവണ്ട, അത്യാവശ്യം പുളി വേണം കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഊണാകുമ്പോഴേക്കും അത് നല്ല സ്വാദായിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 1 മണിക്ക് ഊണ് കഴിക്കുകയാണെങ്കിൽ 12 മണിക്ക് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കരുത്. 1 മണിക്ക് ഊണ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 10 മണിക്കേ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇരിക്കുന്തോറും അതിൻ്റെ ഒരു സ്വാദ് കൂടും. അപ്പോൾ കടുക് താളിച്ച് നമ്മുടെ ആ ഒരു ഇഞ്ചിത്തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കടുക് താളിച്ചതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഇഞ്ചിത്തൈരിൽ നല്ലോണം കിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ രാവിലെ ഉണ്ടാക്കി നോക്കണം. രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ച സമയമാകുമ്പോഴേക്കും നല്ല പാകമാകും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.